ഹലോ, ഞാൻ എവിടെ പോയിരുന്നു എന്ന് വണ്ടറടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഒരു യാത്രയിലായിരുന്നു. യാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു, കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. യാത്ര കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡീറ്റോക്സ് ചെയ്യാൻ പോലും സമയമെടുത്തില്ല. ഞാൻ വന്ന് വീഡിയോ ഇടുകയാണ്. ബിക്കോസ് എല്ലാവരും പറയുകയാണ്, ചേച്ചിയുടെ ലോങ് വീഡിയോസ് ഞങ്ങൾ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആക്ച്വലി യു ആർ വെയിറ്റിംഗ് ഫോർ മീ ടു ടോക്ക് അല്ലേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും എനിക്കൊരു സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും നമ്മളെ ആരെങ്കിലും കാത്തിരിക്കാനുണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അല്ലേ. നമ്മൾ എന്തൊക്കെ എത്ര നമ്മൾ പറഞ്ഞാലും ഞങ്ങൾ സിമ്പിളാണ്, ഞങ്ങൾ ഹമ്പിളാണ്, പൊലൈറ്റാണെന്നൊക്കെ നമ്മൾ വായ കൊണ്ട് പറഞ്ഞാലും നമുക്ക് ആരെങ്കിലും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അത് ആദ്യം രേഖപ്പെടുത്തട്ടെ കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾ വായ തുറക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് വന്ന് നമ്മളുടെ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമാണെന്ന് നമ്മളിപ്പോൾ കണ്ടു വരുന്നതല്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സ്ത്രീകൾ വായ തുറക്കാൻ പാടില്ല എന്നുള്ളത്. വായ തുറന്നാൽ അപ്പോൾ അതിന് അഗൻസ്റ്റായിട്ട് നമ്മളോട് എന്തെങ്കിലുമൊക്കെ കേസ് കൊടുക്കും നിങ്ങളുടെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകൾ. അതിനെതിരായിട്ട് നമ്മൾ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മളൊരു സ്ത്രീ ആയതുകൊണ്ടേ നമ്മൾ ഭയക്കുന്നു സമൂഹത്തെ. എന്തൊക്കെ പറഞ്ഞാലാണ് പേടിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് നല്ല പോലെ കണ്ടുവച്ചിട്ടുണ്ട് ആൾക്കാർ. നിന്റെ ക്യാരക്ടർ നല്ലതല്ല, നീ ആൾ ശരിയല്ല എന്ന് പറയുന്ന ഒരു സമൂഹം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ സ്ത്രീകളൊന്ന് വിരളും എന്നോർത്തിട്ടാണ് അത്തരത്തിലുള്ള ഗിമ്മിക്സുമായിട്ട് വരുന്നത്. എന്നെ കേൾക്കുന്നവർ, തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നവർ ഒരിക്കലും ഇങ്ങനെയുള്ള ഗിമ്മിക്സിൽ വീഴരുത്. ഇങ്ങനെ നിങ്ങൾ പേടിക്കാനും പാടില്ല. എൻ്റെ ഒരു സുഹൃത്താണ് സാന്ദ്ര തോമസ്. ആ കുട്ടി ഒരു ഫൈറ്ററാണ്. അതായത് ശരിയാണ്, കുറേ കലവില കൂട്ടുന്നുണ്ട്, പക്ഷെ ആ കുട്ടിയുടെ വയസ്സിന് അത്രയ്ക്ക് വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജീവിതം കരുപ്പിടിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, ഒരു ബിസിനസ് ചെയ്യാൻ, അത് മേൽക്കോയ്മയുള്ള ഒരു ഏരിയ ആയിപ്പോയി ആ കുട്ടി ചൂസ് ചെയ്തത്. അതിലെന്താ കുഴപ്പം? ആദ്യം ഒരു കമ്പനി തുടങ്ങി, ഫ്രൈഡേ ഫിലിംസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അത് ഒരു എന്താ പറയുക, കൂട്ട് കമ്പനിയായിരുന്നു. അതിനകത്ത് ഒരു പുരുഷനും ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അയാൾ അങ്ങോട്ട് മാറി, അയാൾ ആ കമ്പനി അങ്ങോട്ട് എടുത്ത് ഈ കുട്ടിയെ പുറത്താക്കി. അതിനും കുറേ ചെളിവാരി എറിയലും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത് അവരുടെ ബിസിനസ് ഇതാണ്, അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല എന്താ കടന്നതെന്ന്. പക്ഷെ പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ തുടങ്ങിയപ്പോൾ ചേർക്കുന്നില്ല, കൂട്ടത്തോടെ കല്ലെറിയുന്നു. ഇതെന്താണിത്? ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഏത് അസോസിയേഷൻ ആണെങ്കിലും ആ അസോസിയേഷൻ്റെ എന്ത് നിയമങ്ങളായിക്കോട്ടെ, ഇത്രയും ഒരു ആക്രമണം ഒരു സ്ത്രീക്ക് അഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ശ്വേതാ മേനോൻ, അവരെന്ത് ചെയ്തു എന്നാണ് പറയണത്? അവരെന്ത് കുറ്റമാണ് ചെയ്തത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാൻ വന്നതിന് ശേഷം ഞാൻ കുറേ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഇത്രയും ദിവസമൊന്നും എനിക്ക് അത്ര അധികം സമയം സ്പെയർ ഉണ്ടായിരുന്നില്ല. ഈ 10-15 ദിവസമായിട്ട് വളരെയധികം പേഴ്സണൽ കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ സാമൂഹിക വിഷയങ്ങളിലേക്ക് വന്നില്ല. ശ്വേതാ മേനോൻ എത്രയോ വർഷം മുമ്പ് കളിമണ്ണ് എന്ന് പറഞ്ഞ സിനിമയെ അഭിനയിച്ചു. ആളുകളെല്ലാം ഇടിച്ചു കയറി കണ്ട സിനിമയാണത്. അതിൽ അവർക്ക് അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പം ഇന്നാണ് ഞാൻ കണ്ടത്, മേജർ രവി ഒരു ലൈവിൽ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഒരു ഡയറക്ടർ എന്തു പറയുന്നുവോ അത് ചെയ്യുകയാണ് ഒരു ആക്ടറിൻ്റെ, അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്, ആക്ട്രസ് എന്ന് ഞാൻ പറയാറില്ല, ആക്ടറിൻ്റെ ചുമതല. അത് അവരെത്ര ഭംഗിയായിട്ട് നിർവഹിക്കുന്നു, അതാണ് അവരുടെ അഭിനയ മികവെന്ന് പറയുന്നത്. ആ കുട്ടി അത് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് വേറെയും പല കാമസൂത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഡെയറിങ് ആയിരിക്കണം അത് ചെയ്യാനായിട്ട്. അതൊരു മെസ്സേജ് അല്ലേ, സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് അല്ലേ സേഫ് സെക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടെടുത്തെല്ലാം പോയി ആഹ്ലാദിക്കാം, അർമാദിക്കാം, പക്ഷേ ഇങ്ങനെയെല്ലാം പോകുന്നവർ സേഫായിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. കാരണം ശരീരം ഒന്നേ ഉള്ളൂ, അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പോലെ ഉള്ള
കോണ്ടം കമ്പനികളൊക്കെ പരസ്യം ചെയ്യുന്നത്. അതിനകത്ത് അഭിനയിക്കാൻ അഭിനേതാക്കളെ ആവശ്യമല്ലേ, അല്ലെങ്കിൽ മോഡലുകളെ ആവശ്യമല്ലേ? അതിലേ ശ്വേത മേനോനും ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ സാന്ദ്ര ഒരു പർദ്ദ ധരിച്ചു പോയി എന്ന് പറയുന്നത് അത് ഒരു സൂചനയാണ്. ഞങ്ങൾ ഇവിടെ സേഫ് അല്ല, ഞങ്ങളുടെ ശരീരം ആൺനോട്ടങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് മതിയായി. ഇന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. ഇവിടെ നമ്മൾ താമസിക്കുന്നത് ഇത്രയും സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയിലാണ്, UAE. ഒരു ചെറിയ കാര്യം ഞാൻ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ വീട്ടിൽ പോലീസ് വന്ന് അവരെ പൊക്കിക്കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു കൺട്രിയാണിത്. ഐ എം ഫീലിംഗ് സോ സേഫ് ഹിയർ. അങ്ങനെയുള്ളൊരു കൺട്രിയിൽ, അതും ഞാൻ ബോൾഡുമാണല്ലോ, ചുരിദാർ ഇട്ടിട്ട് അവിടെ ഒരു സാധനം വാങ്ങിക്കാൻ പോയി, ഇവിടുത്തെ അടുത്ത് തന്നെയുള്ളൊരു കടയിൽ, അതായത് നമ്മുടെ ഈ കോംപ്ലക്സിൽ നിന്ന് ജസ്റ്റ് അങ്ങനെ പുറത്തേക്ക് പോലും ഇറങ്ങണ്ട. ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഡെലിവറിക്ക് വന്ന ഇന്ത്യൻ, നോട്ട് ദ പോയിന്റ്, ഇന്ത്യൻ ആളാണേ. അയാളുടെ ചർമ്മം കൊണ്ട് നമുക്ക് മനസ്സിലാവും, മുഖം കൊണ്ട് മനസ്സിലാവും അല്ലേ. അങ്ങനെ ആ ആള് ഞാൻ ആ ലിഫ്റ്റിൽ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ലിഫ്റ്റിൽ ഞാൻ ചാരി നിൽക്കുകയാണ്. അവിടെ ഇങ്ങനെ താളം പിടിക്കാൻ തുടങ്ങി ഇങ്ങനെ. അപ്പോൾ എന്താ, ഇങ്ങനെ താളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചാരി നിൽക്കുകയല്ലേ. ആ താളം പിടിക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയാണ്. ഞാൻ ചാരി നിൽക്കുകയാണ് ആ കമ്പിയിൽ. ഞാൻ അവസാനം ഇങ്ങനെ മാറി നിന്നു. ഞാനൊരു രൂക്ഷമായ നോട്ടം കൊണ്ട് അയാളെ വിലക്കാൻ നോക്കി. കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഇനിയിപ്പം ഞാൻ തുടങ്ങണ്ട. പക്ഷെ ഞാനതൊരു ഒരു കാര്യമായിട്ട് പറയുകയാണ്. അയാൾ ചെയ്തത് ശരിയല്ല. കാരണം ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ അടിസ്ഥാനപരമായിട്ട് ആർക്കും അറിഞ്ഞൂടാ, ആണുങ്ങൾക്ക് ഒട്ടും അറിഞ്ഞൂടാ. അത് പറയുമ്പോൾ ആണുങ്ങളെല്ലാം കൂടെ എൻ്റെ അടുത്ത് കൊമ്പും കോലും എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ പാതിയോട് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും, നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പറഞ്ഞാൽ സ്ത്രീകൾ അങ്ങനെയാണ് ധരിക്കുക എന്ന് പറയുമ്പോൾ അവർ എങ്ങനെയാണ് മനസ്സിലാക്കാമെന്നറിയോ? അവർ വിചാരിക്കും ഞാനൊരു സങ്കുചിത മനോഭാവം ഉള്ളതുകൊണ്ട് പറയാണ്, എൻ്റെ ഭർത്താവ് മറ്റുള്ളവരെ നോക്കരുത്, മറ്റുള്ളവരോട് മിണ്ടരുത് എന്നാണ് എൻ്റെ മനസ്സിലെന്നാണ് പറയുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത്രയും പ്രായമായതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പം മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. പക്ഷേ യങ് ഏജിൽ ഇപ്പം ഭാര്യമാർ ഹസ്ബൻഡ്സിനെ തിരുത്താൻ നോക്കുമ്പോൾ അവർ റിവോൾട്ട് ചെയ്യും. അവരെന്താ പറയണത്, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരൊന്നുമില്ല, പിന്നെ താൻ പറയുന്ന പോലെയല്ലേ മറ്റുള്ളവർ ചിന്തിക്കുന്നത്, തനിക്കറിയാവോ ഇങ്ങനെയെന്ന്? എനിക്കറിയാം. ആസ് എ ലോയർ എനിക്കറിയാം. ആസ് എ സ്ത്രീ, ഒരു യുവതിയായിരുന്ന സ്ത്രീ ആയിരുന്നപ്പോഴും എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ ഒരു മധ്യവയസ്ക എന്നുള്ള നിലയിലും എനിക്കറിയാം ആൺനോട്ടങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന്. അത് തുറന്ന് പറയുമ്പോൾ ആർക്കും ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഏത് ബാബുരാജന് ദേഷ്യം തോന്നിയിട്ടും ഒരു കാര്യമില്ല. അവരെല്ലാവരും അങ്ങനെ പെണ്ണുങ്ങളെ നോക്കി രസിച്ച് നടക്കുന്നു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ആൺനോട്ടങ്ങൾ പാളാറുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എത്ര മിടുക്കരായിട്ടുള്ള എത്ര നല്ല ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ ഒന്ന് പാളിപ്പോകാറുണ്ട്. അതുപോലെ ചിലർ പറയും അൺഇൻറ്റൻഷനലി ആയിരുന്നു, ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും നോക്കണ്ടേന്ന് വയ്ക്കും. നല്ലവരായ ആണുങ്ങൾ ഉണ്ട്, അവർക്ക് മനസ്സിലാകും. ഈ ശരിയല്ലാത്ത പെർവേർട്ടഡ് ആയിട്ടുള്ള ആൺനോട്ടങ്ങളെ മനസ്സിലാക്കുന്ന ആളുകളും ഉണ്ട്. അവരപ്പം തന്നെ പറയും, സുഹൃത്തെ നിങ്ങളുടെ നോട്ടം ശരിയല്ല, ഈ ഭാഗത്ത് മാത്രമാണ്. അപ്പോൾ ഒരു ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്ന് ചോദിക്കും. നിങ്ങൾ ജീവിച്ചോളൂ, ഈ പെൺകുട്ടികളെയും ജീവിക്കാൻ അനുവദിക്കൂ, ഈ സ്ത്രീകളെയും ജീവിക്കാൻ അനുവദിക്കൂ. അവരവരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ അവരാ ജോലി ചെയ്ത് പണം കൊണ്ടുവന്ന് സമ്പാദിച്ച് കിട്ടുന്ന ഫെയിം ആണെങ്കിലും ഹൗ ഇറ്റ് ഈസ് നല്ല ഹാർഡ് വർക്കുള്ള ഒരു ഫീൽഡല്ലേ സിനിമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുണ്ട്. അവരെയും എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്തുമാത്രം കല്ലെറിയുന്നു ആളുകൾ. എന്താണ് ഇങ്ങനെ നമ്മുടെ സമൂഹം? അവരും ഒരു 60 വയസ്സായ ലേഡിയാണ് അവരല്ലേ. എന്തെങ്കിലും പറയുമ്പോഴേക്കും അവരെ പറ്റിയിട്ട് അവരവിടെ പോയി, അവരിവരുടെ കൂടെ പോയി. എന്താ ഇത് മാത്രമേ ഉള്ളൂ ലോകത്ത്? അവരിവരുടെ കൂടെ പോലും അവരവരുടെ കൂടെ പോലും അല്ലെങ്കിൽ പോൺ വീഡിയോ ചെയ്തു. പോൺ ആക്ടർ അവിടെ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അവരുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവർ വന്നപ്പോൾ ഇടിയായിരുന്നു. ഒരു മിസ് ലിയോൺ, അതിൻ്റെ മുമ്പിലുള്ള പേര് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ആ ലേഡി അവിടെ വന്നപ്പോൾ, മിസ്സസ് ആണ് അവർ, അവിടെ വന്നപ്പോൾ എന്തൊരു ഇടിയായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാരെല്ലാവരും കൂടി അവിടെ ഒരു സ്റ്റാമ്പേഡ് വരെ ഉണ്ടായെന്നാണ് പറയണത്. അത്ര ആളുകൾ എരച്ചു കയറി അവരെ കാണാനായിട്ട്. വൈ? ആ സ്ക്രീനിൽ കാണുന്ന ആളെ നേരിൽ പോയി കാണാനുള്ള ആവേശം ആണുങ്ങൾക്കായിരുന്നു അധികവും. പിന്നെ കുറേ പേര് ഇവിടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് നടത്തുന്ന കുറേ പേക്കൂത്തുകളുണ്ടല്ലോ, ഞാനും കാണാറുണ്ട്, യൂട്യൂബിൽ കാണാറുണ്ട്, ഷോർട്സിൽ എല്ലാം കാണാറുണ്ട്. എന്തിനാണ് അതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്കൊന്നും എഗൻസ്റ്റ് ആയിട്ട് ആരും കേസ് കൊടുക്കുന്നില്ലല്ലോ. അവരെ ഞാൻ കുറ്റം പറയുന്നതല്ല, അവരവരുടെ ജീവിതത്തിന് വേണ്ടി, ജീവിതത്തിൽ ഒരു വഴി ഉണ്ടാകാൻ വേണ്ടി ആരും 10 പൈസ കൈ നീട്ടിയാൽ കൊടുക്കൂല, ജോലി ചെയ്ത് തന്നെ ജീവിക്കണം. അപ്പോൾ അവർക്ക് അതേ ഉള്ളൂ നിവൃത്തി, അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതായിരിക്കും. അത് കാണാൻ കുറേ ആൺസിംഹങ്ങൾ പുറകെ നടക്കുന്നില്ല.
ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് അവർക്ക് അഗൻസ്റ്റായിട്ട് കേസ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകല്യമുള്ള മനസ്സ് വെച്ചിട്ട് ജീവിക്കുന്നത്? വളരെ മോശമല്ലേ ഇത്? അപ്പോൾ ഈ ശ്വേത മേനോൻ എന്നൊക്കെ പറയുന്നത്, അവർക്കും ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നല്ല വീട്ടിലെ ഒരു എയർഫോഴ്സിൽ ജോലിയുള്ള ഒരു അച്ഛൻ്റെ സാധാരണക്കാരിയ ഒരു അമ്മയുടെ മകളാണ്. അവർ നല്ലപോലെ ഈ പറഞ്ഞ എന്താ പറയുക, ഭ്രമാത്മകമായിട്ടുള്ള ലോകത്തിലേക്ക് അവർക്ക് കടന്നു കയറാൻ പറ്റിയത് തന്നെ വലിയ കാര്യമല്ലേ? ഫാഷൻ ലോകത്തേക്കൊക്കെ, അതിലേക്കൊക്കെ കടന്ന് ഒരു നിലയിൽ ഉറപ്പിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ എന്താ ശക്തി തന്നെയാണ്. ശ്വേത എന്ന് പറയുന്ന ആ ലേഡി, അവർ ഇത്രയും വർഷമായിട്ട് ഈ സിനിമ ഫീൽഡിൽ പിടിച്ചു നിൽക്കുന്നു. കാര്യങ്ങൾ പറയാനുള്ള ആർജവമുണ്ട്, നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് ഉണ്ട്. ഷീ സ്പീക്സ് വെരി ഗുഡ് ഇംഗ്ലീഷ് ബിക്കോസ് ബോംബെയിലായിരുന്നു പഠിച്ചതും വളർന്നതൊക്കെ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ യു നീഡ് ടു പുട്ട് അക്രോസ് തിങ്സ് ഇൻ ഇംഗ്ലീഷ് അല്ലേ? അതുപോലും അവരെ കൊണ്ട് സാധിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് വരുന്നതിൽ എന്താണ് കുഴപ്പം? എനിക്ക് തോന്നുന്നു ജഗദീഷ് പിന്മാറിയത് തന്നെ ഇവർ വന്നോട്ടെ എന്ന് തന്നെ കരുതി തന്നെയായിരിക്കണം. കാരണം അദ്ദേഹത്തിന് കുറച്ച് വിവരമുള്ള ഒരു പ്രൊഫസറായിരുന്ന ആളല്ലേ. അപ്പം അദ്ദേഹം വിചാരിക്കണ്ടാമോ ഒരു സ്ത്രീ വരട്ടെ എന്ന് കരുതിയായിരിക്കും പിന്മാറിയത്. പിന്നെയുള്ള ഈ ബാക്കിയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതിലെ, ഒന്ന് അസൂയ, രണ്ട് ഒരു പെണ്ണ് വന്നിരുന്ന് ഭരിച്ചാൽ ഞങ്ങളെ കിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആണുങ്ങളുടെ ആ ഈഗോ, ഫാൾസ് ഈഗോ അല്ലേ? ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എത്ര വന്നാലും അവരൊരു സ്ത്രീയാണ്, അവരൊരു അമ്മയാണ്, ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ ആ മകൾ ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ഒരമ്മയെ ഇങ്ങനെ ഈ ഒരു ഇതിൽ അഭിനയിച്ചത് കൊണ്ട് പോക്സോ കേസിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പോക്സോ കേസ് എന്താണെന്നുള്ളത്. പ്രിവെൻഷൻ ഓഫ് സെക്ഷുവൽ ഹരാസ്മെൻറ്റ് എഗൻസ്റ്റ് ചിൽഡ്രൻ ആണ് പോക്സോ. അത് വല്ലതുമാണോ ഇവർ ചെയ്തേക്കുന്നത്? അവരെന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? അവരുടെ സിനിമകൾ കുട്ടികളിരുന്ന് കണ്ടു എന്ന് കരുതിയോ? അത് സെൻസർ ബോർഡിന് വിട്ടുകൊടുക്കുക. സെൻസർ ബോർഡ് എന്തിനായിരിക്കുന്നത് അവിടെ? അവരത് നോക്കി ഇത് കുട്ടികൾക്ക് കാണാൻ കൊള്ളാവുന്ന സിനിമയാണോ ഇല്ലയോ എന്നുള്ള അടിസ്ഥാനത്തിലല്ലേ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് അവരതിൽ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? ഈ പറഞ്ഞ ആളുകൾ തന്നെ ഇരുട്ടിൻ്റെ മറവിൽ അവരുടെ വീഡിയോസ് അല്ലെങ്കിൽ അവരുടെ സെക്സി വീഡിയോസ് ഉണ്ടോയെന്ന് തപ്പുന്നു അത്രേ. എന്താണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം? പുരുഷന്മാരെ, നിങ്ങൾ നല്ല പോലെ ഒന്ന് ചിന്തിക്കേണ്ട സമയമായി. നിങ്ങൾ തന്നെ നിങ്ങളുടെ സാമൂഹികമായിട്ടുള്ള നിലനിൽപ്പിനെ നിങ്ങൾ അടിവേരോടെ കളയുകയാണ്. പുരുഷന്മാർ തന്നെയാണ് അതിന് ഉത്തരവാദിത്വം എടുക്കേണ്ടത്. കാരണം ഇപ്പോൾ ഹൈക്കോടതിയും കോടതികളൊക്കെ ഉള്ളത് വെറുതെ ഒന്നുമല്ല, അവർക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവർ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെവി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതി അവിടെ ഇരിക്കുന്നത് ഒരാൾക്കൊരു പരാതി ഉണ്ട്, ഓക്കെ ഇയാൾക്ക് ശരി പറഞ്ഞോളൂ കേൾക്കാം എന്ന് കരുതി ഒരു സ്ത്രീയെ അവരുടെ പ്രൊഫഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അവരെ അസ്തപ്രജ്ഞയാക്കാനായിട്ട് ശ്രമിക്കുന്നില്ലേ? അതിന് അഗൻസ്റ്റായിട്ട് അവർക്കും കേസ് കൊടുക്കാം. ഇത് വളച്ചൊടിക്കപ്പെട്ട ഫാക്ട്സ് അല്ലേ നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഈ കേസ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളച്ചൊടിക്കപ്പെട്ട ഫാക്ട്സ്. കളിമണ്ണൊക്കെ എത്രയോ നല്ല നിലവാരമുള്ള സിനിമയാണ് ബ്ലെസ്സി എടുത്തിരിക്കുന്നത്. അതിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നതും, അതേപോലെ രതിനിർവേദം, ഞാൻ രതിനിർവേദം രണ്ടും കണ്ടു. എനിക്ക് അതിനകത്തൊന്നും അസഭ്യമായത് തോന്നിയില്ല. പത്മരാജൻ ഇവർ എന്താ പറയണ, ഭരതൻ കറക്റ്റായിട്ട് എടുത്ത സിനിമയാണല്ലോ അത്. രതിനിർവേദം ആദ്യത്തെ ജയഭാരതി അഭിനയിച്ചത്. എന്താണ്, ജയഭാരതിക്കൊന്നും എഗൻസ്റ്റായിട്ട് ആരും കേസ് എടുത്തിട്ടില്ല. എല്ലാവരും വാനോളം പുകഴ്ത്തുകയുള്ളൂ. കാരണം വിവരമുണ്ട് ആൾക്കാർക്ക് അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ആളുകൾ വെറുതെ ആരും കുറച്ചൊന്നും ഉയരാൻ പാടില്ല. ഉയർന്നു കഴിഞ്ഞാൽ അപ്പോൾ എങ്ങനെ ഇവരെ ടാർണിഷ് ചെയ്യണം, എങ്ങനെ ഇവരുടെ പേര് ടാർണിഷ് ചെയ്യണം, എങ്ങനെ ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പടുത്തുവിടണം എന്ന് മാത്രമാണ് ചിന്ത. എസ്പെഷ്യലി മലയാളികൾക്ക്. ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഞാൻ മലയാളി തന്നെയാണ്. പക്ഷേ എനിക്ക് കുറച്ച് വേറിട്ട ചിന്തകളുണ്ട്. ഞാൻ ആ വേറിട്ട ചിന്തകൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഇത്രയും പേര്, കുറച്ച് പേര് കേൾക്കുന്നുള്ളെങ്കിൽ നിങ്ങൾ ആരും
തന്നെ ആരുടെയും എന്താ പറയുക ഇതിൽ പോയിട്ട് മോശം കമൻ്റ് ഒന്നും ഇടരുത്. ഒരു കാര്യങ്ങളും നിങ്ങൾക്കുള്ള അഭിപ്രായം പറയുക, പക്ഷെ അതൊരു മോശം വേർഡ്സ് ഉപയോഗിച്ചിട്ടാവരുത്. അങ്ങനെ ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, സ്ത്രീകൾ തന്നെയാണ് പൊക്കിക്കൊണ്ടുവരേണ്ടത്, അല്ലേ? ഞാനിതിൽ പല കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഷോർട്സ് ആയിട്ട് ഞാൻ കുറേ ഇടുന്നുണ്ടായിരുന്നല്ലോ. അതിലൊരെണ്ണം ഞാൻ ഇട്ടിരുന്നു, ഒരു നേഴ്സിനെ അവർക്ക് പണിയെടുത്ത് അവർക്ക് മതിയായി, എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. അതിൻ്റെ കയ്യിൽ ഇനി സ്വർണ്ണമൊന്നുമില്ല, ആ സ്വർണ്ണമൊക്കെ പണയത്തിലാണ്, അത് ലേലം വിളിച്ച് പോകാതിരിക്കാൻ ഈ കുട്ടി തന്നെ എടുക്കണം. സ്വർണം പണയം വെച്ചത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും ചേർന്ന്. അപ്പോൾ ഒരാൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടിരിക്കുകയാണ്, ദയ കാണിക്കരുതെന്നാണോ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന്. ദയ കാണിക്കരുതെന്ന് ഞാൻ അതിലേതിലും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് മരുന്ന്, ഭക്ഷണം എല്ലാം നിങ്ങൾ ഉറപ്പാക്കുക. പിന്നെ അവരുടെ അതിസാമർഥ്യം കൊണ്ട് എന്തെങ്കിലും ബിസിനസ് പൊളിഞ്ഞു പോയതൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും സ്വത്ത് ഉണ്ട് അത് വിൽക്കാനെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആ സ്വത്ത് വിറ്റ് നിങ്ങളുടെ കടം വിട്ടു. അല്ലാതെ ഈ നേഴ്സായിട്ട് പണിയെടുക്കുന്ന മരുമോളുടെ അടുത്തുനിന്ന് പൈസ മേടിച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു, കൊടുക്കുകയും അരുതെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ ദയാരഹിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. കാരണം എന്താണെന്നറിയോ, പണം നമ്മളുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളിടത്തോളം കാലമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്ത്, അത് നേഴ്സിൻ്റെയൊക്കെ ജോലിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. അതൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. സോ ശ്വേത മേനോനും അതേപോലെ തന്നെ സാൻഡ്രയും എല്ലാം കടന്നു പോകുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, ഒന്ന് നോക്കൂ. അവിടെ നിന്ന് ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്ന് എന്തിനാണ് എൻ്റെ നോമിനേഷൻ ഇത്രയും ഇങ്ങനെ നിഷ്കരണം തള്ളുന്നതെന്ന് ചോദ്യം ചെയ്യുന്ന ആ കുട്ടിയുടെ ചങ്കൂറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണിത്? ഇതൊരു പുരുഷൻ്റെ ലോകമാണ് സിനിമ പണ്ട് മുതലേ. അപ്പോൾ അതിലേക്ക് ഇവരൊക്കെ വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് തന്നെ. പിന്നെ തുറന്ന് കാര്യങ്ങൾ പറയുന്നു, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇവിടെ നോക്കുന്നതെന്ന് ചോദിക്കുന്നത് ആ കുട്ടിയുടെ അധികാരമാണ്. നിങ്ങളുടെ കണ്ണുകൾ പാളിപ്പോകാതെ സൂക്ഷിക്കുക. പാളിപ്പോയിട്ടുണ്ടെങ്കിൽ സോറി പറയുക, അല്ല അറിയാതെ സോറി കേട്ടോ എന്ന് പറയുക. അതല്ല അവർ ചെയ്യുന്നത്. പുരുഷന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ശ്വേതയോടൊപ്പം ആൻഡ് സാന്ദ്രയോടൊപ്പം എന്ന് ഞാൻ പറയുള്ളൂ. അത് സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ്. ആ സ്ത്രീകളിൽ നിന്ന് പയറ്റുമ്പോൾ അവരുടെ പഴയ കാലത്തിലുണ്ടായ എന്തെങ്കിലും അത് അവർ അഭിനയിച്ച് നേടിയതല്ലയോ, അതിനെന്തിനാ നിങ്ങൾക്ക് അസൂയ തോന്നേണ്ട കാര്യം? എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെടുത്ത് പറയുന്നത്, അല്ലേ? സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? ആരെങ്കിലും 10 പൈസ വെറുതെ കൊണ്ടു കൊടുക്കുമോ? ശ്വേതയുടെ കൂടെ അവരുടെ ഹസ്ബൻഡ് ഉണ്ട്, അയാൾക്ക് നല്ല ബുദ്ധിയും വിവരമുള്ള ഒരു ജേർണലിസ്റ്റാണ്. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നോക്കിക്കോ, ഷീ വിൽ ഫയൽ എ കേസ് അഗൻസ്റ്റ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അങ്ങനെയുള്ള ആളുകൾക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, മാനനഷ്ട പരിഹാരം കോടതി കൊടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നോക്കിക്കോ, നിങ്ങൾ ഇതൊരു 5-6 വർഷം കേസ് നടത്തേണ്ടി തന്നെ വരും. കാരണം കേസ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. കേസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ശ്വേത മേനോൻ ക്യാൻ ഫയൽ another case against this person who has filed false allegations or false ഇങ്ങനത്തെ പോക്സോ ഉണ്ട് അതിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അത് ഇപ്പോൾ കോടതിക്ക് എന്താ ബുദ്ധിയില്ലാത്തവരാണോ ജഡ്ജിമാർ? അവർക്ക് മനസ്സിലാവില്ലേ ഇതൊക്കെ? ഇങ്ങനെ ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇടുന്ന കേസുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവർ തന്നെയായിരിക്കില്ലേ ജഡ്ജസ് ആയിട്ടിരിക്കുന്നത്. അവർക്ക് പിന്നെ ഓപ്പൺലി സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ ഒക്കില്ല. കാരണം ബിക്കോസ് ദേ ആർ ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ പൊസിഷൻ ആൻഡ് ദെയർ കോഡ് ഓഫ് കണ്ടക്ട് പറയുന്നുണ്ട് അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവർ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കേസുകൾ ഫയൽ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതൊരു എന്താ പറയുക താക്കീത് കൂടെയാണ്. ആവശ്യമില്ലാതെ നമ്മൾ വായ തുറക്കുമ്പോഴേക്കും നിനക്ക് എഗൻസ്റ്റ് ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് പേടിച്ചു പോകുന്ന പെണ്ണുങ്ങളൊന്നും അല്ല ഇന്നത്തെ കാലത്തുള്ളത്. ശരിയാണ്, ഇപ്പോൾ അവരുടെ എന്താ മോഡസ്റ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ചാണല്ലോ ഇത്. അപ്പോൾ ദാറ്റ് ദേ മൈറ്റ് അവർക്കൊന്ന് ഹേർട്ടാകും. അങ്ങനെ ഹേർട്ടാകുമ്പോൾ അവർ പിന്നെയും ഫിനിക്സ് പക്ഷിയെ പോലെ പറന്ന് ഉയരുകയാണ് ചെയ്യുന്നത്, താഴെ നിൽക്കുകയല്ല. ആ അനാവശ്യമായിട്ടുള്ള ആരോപണം പറഞ്ഞ ആളെ ഒരിക്കലും കോടതി വെറുതെ വിടില്ല. നിങ്ങൾ നോക്കിക്കോളൂ, കേസ് ശ്വേത ഫയൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വെള്ളം കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. അയാൾക്ക് വല്ല ആവശ്യമുണ്ടോ ഇപ്പം തന്നെ പോയിട്ട് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ആരുടെയെങ്കിലുമൊക്കെ പ്രേരണ കൊണ്ടൊക്കെ ആയിരിക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ ഈ എന്താ പറയുക സോഷ്യൽ സെറ്റപ്പിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ സോഷ്യൽ സെറ്റപ്പിൽ ഒരു സിനിമയുണ്ട് കേട്ടോ,
നന്നായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇത് ചെയ്ത സിനിമയാണല്ലോ അത്. നമ്മുടെ ശ്രീനിവാസനും ജയറാമും ചേട്ടനും അനിയനാണ്. അത് കഴിഞ്ഞ് ശങ്കരാടി ഉണ്ട് അതിൽ. അയ്യോ, സിനിമയുടെ പേരെന്താണപ്പോൾ എനിക്ക് പറയാൻ വരുമ്പോൾ എപ്പോഴും മറന്നു. ആ സിനിമയിൽ രണ്ടുപേരും എതിർചേരിയിലുള്ള രാഷ്ട്രീയക്കാരാണ്. അപ്പം ഈ ശങ്കരാടി ഇവരുടെയൊക്കെ ഒരു തലതൊട്ടപ്പനാണ്. ഈ കാണിക്കുന്നത് ചുവന്ന കൊടിയാട്ടോ കാണിക്കുന്നത്, ചുവന്ന കളറിലെ കാണിക്കുന്നത്, സഖാവേന്ന് അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കരാടി ഈ പറഞ്ഞു കൊടുക്കുകയാണ് അണികൾക്ക്, അവനെ ഇലക്ഷന് നിർത്തരുത്, ഇലക്ഷന് വരുന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു അവിഹിതം പൊക്കി പിടിച്ചുകൊണ്ട് പോകും, അതിൻ്റെ പിന്നാലെ പൊക്കോളും നാട്ടുകാരെന്ന്, മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകളൊന്ന് അറയ്ക്കും. അയ്യോ, ഇയാൾ ഇങ്ങനത്തെവനാണോ, അത് സത്യമാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോലും കൂട്ടാക്കൂല. സമൂഹം എന്നാണോ സിനിമയുടെ പേര്? അല്ല, നല്ലൊരു സിനിമയായിരുന്നു അത്. നല്ല ഒരു സിനിമ. അച്ഛൻ കേട്ടാൽ എന്നെ വഴുക്ക് പറയും, സിനിമ എന്ന് പറഞ്ഞു പോയി പെട്ടെന്ന്. ആ സിനിമയിൽ ശങ്കരാടി ചേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, എവിടെന്നെങ്കിലും ഒരു അവിഹിതം. അതാണ് ഇപ്പം നടക്കുന്നത്, അത് തന്നെയാണ്. കാരണം ഇവര് ഇത്തരത്തിൽ ഈ ഏത് ചെറിയ സംഘടനയാണെങ്കിലും ഏത് വലിയ സംഘടനയാണെങ്കിലും ഒരു പദവിക്ക് വേണ്ടിയിട്ട്, ചെറിയൊരു പദവിയാണ് അവർക്ക്, അതിൻ്റെ ഉള്ളിൽ അതൊരു വലിയ പദവിയായിരിക്കും പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത്. ഒരു സ്ത്രീ അതിലിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല, അതിലുള്ള പുരുഷ കേസരികൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള ചെളിവാരിയെറിയൽ പ്രയോഗമൊക്കെ നടത്തുന്നത്. ഇപ്പം ഈ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് സെക്ഷൽ ഹാരസ്മെൻറ്റ് ആക്റ്റൊക്കെ ഇല്ലേ, അതുവരെ ദുരുപയോഗം ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കും. അത് ശരിക്കും അതുപോലെ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതുപോലെ അനുഭവിച്ചിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അതിനെയും ദുരുപയോഗം ചെയ്യുന്നു. വേറൊരെണ്ണം ഞാൻ പറഞ്ഞില്ലേ, 498A പണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ടിരുന്നത്. 498A എന്ന് പറഞ്ഞാൽ ഡൗറി ചോദിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ ഹാരസ്മെൻ്റ് ആണെന്ന് പറഞ്ഞ സ്ത്രീകൾ കൊടുക്കൂലേ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഇൻവോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് IPC 498A എന്ന് പറഞ്ഞൊരു സെക്ഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സ്ത്രീകളെ സ്ത്രീധനം വാങ്ങിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആക്റ്റും കുറേ ആളുകൾ ദുരുപയോഗം ചെയ്തതുകൊണ്ട് ശരിക്കും അത് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടാതെ ആകുന്നുണ്ട്, നീതി കിട്ടാൻ വൈകുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഇറങ്ങിപ്പോയി അന്വേഷിക്കാൻ സമയം വേണ്ടേ, അതിന് മുമ്പേ അങ്ങ് FIR ഫയൽ ചെയ്യാണ്. FIR ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ കിടക്കുക. ഇത് തന്നെയാണ് ജയിലിൽ നമ്മൾ വേറൊരു ആക്ടർ കിടന്ന് കണ്ടില്ലേ, 100 ദിവസം കിടന്നു. ഇനി അദ്ദേഹം അത് ഞാനല്ല ചെയ്തതെന്ന് തെളിയിച്ച് പുറത്ത് വരുമ്പോഴേക്കും ആ 100 ദിവസം കിടന്നതിൻ്റെ വല്ല എന്താ പറയുക, ആരെങ്കിലും അതിന് പകരമാവോ, ആ 100 ദിവസത്തിന് പകരമാവോ? എന്ത് തന്നെയായാലും ഇപ്പോൾ വേറൊരു ലേഡി ബ്യൂട്ടി പാർലറിൽ നടത്തിക്കൊണ്ടിരുന്ന ലേഡിക്ക് അവരുടെ മരുമകൾ കുടുക്കിയത് മകൻ്റെ സഹായത്തോടു കൂടി. എന്തൊക്കെയല്ലേ നടക്കുന്നത്? ഇത്തരത്തിലൊക്കെ നിങ്ങൾ കേസുകൾ അല്ലെങ്കിൽ കോടതിയുടെ സമയം നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. കോടതിയുടെ സമയം ദുരുപയോഗം ചെയ്താൽ കോടതിക്ക് തന്നെ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു കാലം വരും പിന്നെ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഇതുപോലെ കള്ളക്കേസുകൾ കൊടുക്കുന്നവരും കള്ളത്തരങ്ങൾ പറഞ്ഞു വരുത്തുന്നവരും കുടുങ്ങും. നമ്മൾ എപ്പോഴും തല ഉയർത്തി ജീവിക്കുക. നമ്മളെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇങ്ങനെ പറയുന്നത് ശരിയല്ല, ഇത് എൻ്റെയും കൂടെ ലോകമാണ്. ഏത് ഒരു പുല്ലിനും ജീവിക്കാനുള്ള വെള്ളവും വെളിച്ചവും വെട്ടവുമാണ് ഈ യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. അത് ആർക്കും തട്ടിപ്പറിക്കാൻ അവകാശമില്ല. അങ്ങനെ തട്ടിപ്പറിക്കാൻ വരുന്നവരെ പല്ലും നഖവും ഉപയോഗിച്ച് ചെറുക്കണം പെൺകുട്ടികൾ കേട്ടോ. എല്ലാവരും ഇപ്പം ശ്വേതയ്ക്കൊക്കെ ഒരു കരച്ചിലൊക്കെ വന്ന് കാണും, എന്തോ ഈ പറയുന്നത്, അപ്പം തൊള്ളി ഇത് ജീവിക്കാൻ പറ്റൂലേ? കൊള്ളാലോ. ഇതിനൊക്കെ ഒരു അറുതി വരും. ഈ കേസോട് കൂടിയിട്ട് കള്ളക്കേസ് കൊടുക്കുന്നവർ കുടുങ്ങും. അവർ അഴിയെണ്ണുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. ദർ വിൽ ബി എന്താ പടച്ചതമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പഠിച്ചു വിട്ടേക്കുന്നത് വാകീറിയവന് ദൈവം എന്താണ്, വാകീറിയാൽ ഭക്ഷണം ഉണ്ടെന്ന് പറയുന്നതല്ലേ. അതായത് നമുക്കുള്ളത് നമ്മളെ തേടി തന്നെ വരും എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ജീവിക്കുന്നവർ, തൊഴിൽ ജീവിക്കുന്നവർ, ഇവർക്കൊക്കെ ഒരിക്കലും എന്താ പറയുക, ഒരാപത്തും ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യസമേതം മുമ്പോട്ട് പോയിക്കോളൂ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണമെന്ന് മാത്രം. ആവശ്യമില്ലാതെ ഒരാളുമായിട്ട് ശണ്ടയ്ക്ക് പോകാനോ അവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടാനോ പോകണ്ട
ജസ്റ്റ് കീപ്പ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്റ്റൻസ്. നിങ്ങളും നിങ്ങളുടെ ബന്ധങ്ങളും എല്ലാം തമ്മിൽ കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അപ്പോൾ ഇന്നത്തെ ടേക്ക് അവേ ഞാൻ പറയട്ടെ. ഇപ്പം ശ്വേതയും സാന്ദ്രയും ഒക്കെ അവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ നടക്കുന്ന കുറേ അനീതികളുണ്ട് പെണ്ണുങ്ങൾക്കാണെങ്കിലും, പിന്നെ അവിടുത്തെ പുരുഷ മേൽക്കോയ്മയൊക്കെ. അപ്പോൾ ശ്വേതയെ പോലുള്ള ഒരാൾ അതിൽ വരികയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തു നടക്കുന്ന ചില തെറ്റുകൾ അവരനുവദിച്ചു കൊടുക്കില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം അവർക്ക് എഗൻസ്റ്റായിട്ട് കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നത്. പിന്നെ സിംഹം ഒറ്റയ്ക്കേ നടക്കാറുള്ളൂ. അതുകൊണ്ട് ശ്വേത പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെ മുമ്പോട്ട് പോകുള്ളൂ. പക്ഷെ കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോഴും. സാന്ദ്രയുടെ അടുത്താണെങ്കിലും സിംഹം ഒറ്റയ്ക്കേ നടക്കുന്നുള്ളൂ. പുലിക്കുട്ടിയാണ് സാന്ദ്ര. എനിക്ക് സംസാരിക്കാൻ നേരം കിട്ടിയില്ല, പക്ഷെ എനിക്ക് വിളിക്കണമെന്നുണ്ട്. 2 ദിവസത്തിനകം ഞാൻ വിളിക്കും, എന്നിട്ട് ഞാൻ പിന്നെയും പറയാട്ടോ എന്താണ് സാന്ദ്ര പറഞ്ഞതെന്ന്. സോ നിങ്ങളെല്ലാവരും ഇതൊക്കെ കാണുമ്പോഴില്ലേ, അതിൽ നെല്ലും പതിരും വേർതിരിച്ചെടുക്കാൻ പഠിക്കണം കേട്ടോ. നിങ്ങളത് അതാണ് നമ്മളുടെ ഒരു കോമൺ സെൻസ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കണം. അയ്യോ, ആരെങ്കിലും ഒരു 100 പേര് ഒന്നിച്ച് നിന്ന് ഒരാളെ പറ്റി അപവാദം പറയുമ്പോൾ നിങ്ങൾ ആ 100 പേരുടെ കൂടെ കൂടി നിന്ന് അവരെ കല്ലെറിയാതെ മാറി നിന്ന് അതിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുക, എന്നിട്ട് കാണുക ഇതിലെങ്ങനെ എന്തായിരിക്കും ഇതിലുണ്ടായിരിക്കുന്നതെന്ന്. ഇപ്പോൾ ശ്വേതയുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ഒബ്വിയസ് അല്ലേ, അമ്മ എന്ന് പറയുന്ന ആ സംഘടനയിലേക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവർ മത്സരിച്ചു. ഇവരെ എങ്ങനെ കൊടുക്കാം, ഇതായിരുന്നിരിക്കണം അണിയറയിൽ ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ചിന്ത. അതിനാണ് അങ്ങനെ ആ ഒരു കാര്യമൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കേട്ട് നമ്മൾ സ്ത്രീകൾ അവരെ ഇങ്ങനെ ഇകഴ്ത്തി സംസാരിക്കാനോ അവർക്ക് അത് വേണം, അവരിത്തിരി അങ്ങനെ പറയരുത് കേട്ടോ. മേ ബി എല്ലാവരുടെയും ഭാവവാഹാദികളിൽ വ്യത്യാസം ഉണ്ടാകും അല്ലേ. അതിന് ഞാനൊരു ചെറിയ കഥ കൂടെ പറയാവേ. ഇന്നത്തെ കുറച്ച് ലോങ് വീഡിയോ ആയിക്കോട്ടെ, നിങ്ങൾ കേൾക്കണം. ഒരു സ്ത്രീ നല്ല മനോഹരമായിട്ടുള്ളൊരു വിഗൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് തൻ്റെ മകൻ്റെ വിവാഹം നടത്തുമായിരുന്നു. നല്ല സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു 50-55 വയസ്സുണ്ടെന്ന് വെച്ചോളൂ. അപ്പോൾ അവർ സന്തോഷമായിട്ട് നടക്കുന്നതും അതൊക്കെ കണ്ടു കഴിഞ്ഞ് അവിടെ കല്യാണത്തിന് വന്നിരുന്ന ആളുകൾ തന്നെ ഇരുന്ന്, ഓ ഇവർക്ക് ഇത്ര വയസ്സായില്ലേ, ഈ വിഗൊക്കെ വെച്ച് എന്ത് കാര്യത്തിനല്ലേ ഇവരിങ്ങനെ ചെയ്യണമെന്ന് മുറുമുറുക്കുന്നു. അപ്പോൾ അവരുടെ അടുത്തിരുന്ന ഒരു സ്ത്രീ ഇവരുടെ ഉറ്റ സ്നേഹിതയായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾക്കറിയോ എന്തിനാണ് അവൾ ആ വിഗ് വെച്ചിരിക്കുന്നതെന്ന്? അവൾ ക്യാൻസറിൻ്റെ ഏറ്റവും കഠിനമായ ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മകൻ്റെ കല്യാണം നടത്തുന്നത്. അതുകൊണ്ടാണ് അവൾ ഇത്രയും ഒരുങ്ങിയിട്ട് പറയുന്നത്, എൻ്റെ ഒരു പക്ഷേ ലാസ്റ്റ് സന്തോഷ നിമിഷങ്ങളായിരിക്കും ഇത്, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഒരുങ്ങിയിരിക്കുന്നതെന്ന് അവൾ പറയുകയുണ്ടായിരുന്നു. ഈ പുറകിലിരുന്ന് ഗോസിപ്പ് ചെയ്ത സ്ത്രീകളോട് ഈ മുമ്പിലിരുന്ന് കേട്ട ഒരു ഉറ്റ സുഹൃത്ത് പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ പറഞ്ഞ ആളുകൾ എങ്ങനെയായിട്ടുണ്ടാകും? അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങനെ കാണുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, വിഗ് വെച്ചിരിക്കുന്നു, ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു, നല്ല മേക്കപ്പ് ഇട്ടിരിക്കുന്നു, നല്ല സാരി ഉടുത്തിരിക്കുന്നു, അത് കാണുമ്പോൾ ഉള്ളൊരു ജലസി, അത് ജലസിയെ നമ്മൾ എന്തിനാണ് അങ്ങനെ അഴിച്ചു വിടുന്നത്? നമുക്കത് നന്നായിട്ടുണ്ട്, നമുക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിനെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവരുടെ ഊണ് കഴിച്ചുകൊണ്ട് അവരുടെ കുറ്റം പറയുന്നത് ശരിയാണോ? ഇതൊക്കെ നമ്മൾ കുറേ പേര് ചെയ്യുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ഒക്കെ. അതുകൊണ്ട് ആ കുട്ടിയുടെ ഡ്രസ്സിങ് കണ്ടോ, ശരിയല്ല കേട്ടോ, വേണ്ട. നമ്മൾ ആരുമല്ല ജഡ്ജ്മെൻറ്റിലാകണ്ട കേട്ടോ, ആരും ജഡ്ജ്മെൻറ്റിലാകണ്ട. നമുക്കറിയില്ല അതിന് പിന്നിൽ എന്താണെന്നുള്ളത്. എനിക്ക് നല്ല സാരിയും വസ്ത്രവും എടുത്ത് ഒരുങ്ങാമെങ്കിൽ നിങ്ങൾക്കും ഒരുങ്ങാം. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും അല്ലേ. സോ ദ ടേക്ക് അവേ ഈസ് ഡോണ്ട് ബി ജഡ്ജ്മെൻറ്റൽ. ആരെയും കാണുമ്പോഴേക്കും നിങ്ങൾ അവരെ ഒരു ടൈപ്പ് കാസ്റ്റ് ചെയ്ത് അവരിങ്ങനത്തെവരാണെന്നൊന്നും ചിന്തിക്കരുത്. അവർ കടന്നു പോകുന്ന കഠിനതകളും യാതനകളും അവർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ എൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നതായിരിക്കും. വാച്ച് ചെയ്യുക. എൻ്റെ ചാനൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഞാൻ വിട്ടിട്ട് പോയെടുത്ത് ഒരാൾ പോലും കയറിയിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഈ ഷോർട്സ് ഇടുമ്പോൾ ഞാൻ വിചാരിച്ചു കാണുമല്ലോ, അപ്പം നമ്മളുടെ യൂട്യൂബ് നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഷോർട്സ് തന്നെയെങ്കിലും ഇടുമ്പോൾ എന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് പോരാ, ലോങ് വീഡിയോ വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇന്ന് മുതൽ അത് ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഷോർട്സിൽ കണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട്, അവിടെയാണ് ഞാൻ പോയത്. ലണ്ടൻ കണ്ടു. യെസ്, കാണാൻ മനോഹരമായ സ്ഥലം തന്നെയാണ്. ആ ലണ്ടൻ വിശേഷങ്ങൾ ഞാൻ നാളെ പറയാം. ലണ്ടനിൽ ഞാൻ കണ്ട കാഴ്ചകൾ പറയാം. പിന്നീട് അവിടുത്തെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം കേട്ടോ. കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നല്ലേ നമ്മൾ പറയുന്നത്. ഏതൊരു സ്ഥലത്തെയും നമ്മൾ അങ്ങനെയാണ് വിഭാവനം ചെയ്തു വച്ചിരിക്കുന്നത്.
കാണാൻ മനോഹാരിത ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ. അവിടെ ജീവിക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത് ഞാൻ നേരിട്ട് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് നാളെ പറയുന്നതായിരിക്കും. അപ്പോൾ ശ്വേതാ മേനോനെയും സാൻഡ്രിയയും ഒക്കെ ഇരുന്ന് വ്യാജമായിട്ടുള്ള ഐഡികളിലിരുന്ന് കല്ലെറിയുന്നവർ എറിഞ്ഞോട്ടെ, നമ്മളാരും അതിൽ പോയിട്ട് അവരുടെ കൂട്ടത്തിൽ നമ്മൾ കൂടാൻ പാടില്ല. ഓക്കെ, നമുക്കതിനകത്ത് പോയിട്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് സഹോദരിമാരെ എന്നാണ് പറയേണ്ടത് അല്ലേ? സോ ടേക്ക് കെയർ, ചിയേഴ്സ്. നാളെ വീണ്ടും കാണാം. ബൈ.